നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അതായത് സിബിൽ സ്കോർ 650 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 2 വർഷത്തേക്ക് 1 ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ കിട്ടുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സാധാരണ പലിശ തന്നെയാണ് ഇതിനും ഉള്ളത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇവിടെ ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ ലോണുകൾ എടുക്കാതിരിക്കുക. അത്ര അത്യാവശ്യമില്ലെങ്കിൽ എടുക്കാതിരിക്കുക. ഒരു ലോൺ എടുത്തത് അടച്ചു തീർക്കാൻ വേണ്ടി മറ്റൊരു ലോൺ എടുക്കാതിരിക്കുക. അത് നമ്മളെ കടക്കെണിയിലേക്കേ കൊണ്ടുപോവുകയുള്ളൂ. ഇവിടെ വളരെ അത്യാവശ്യപ്പെട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇങ്ങനെയുള്ള ഇൻസ്റ്റന്റ് ആപ്പുകൾ, ഇൻസ്റ്റന്റ് ലോൺ സർവീസസുകളിൽ നിന്ന് പ്രത്യേകിച്ച് ലോൺ എടുക്കാതിരിക്കുക എന്നേ പറയാൻ കഴിയൂ. ഇനി എന്നിട്ടും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ സ്വയം ഉള്ള റെസ്പോൺസിബിലിറ്റിയിൽ എടുക്കുക. ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മുകളിൽ ബ്രൗസറിൽ വരുന്ന കാര്യം നോക്കുക. അവിടെ സൈറ്റിൻ്റെ അഡ്രസ് മാത്രമേ ഉള്ളൂ എങ്കിൽ കൃത്യമായിട്ട് പറയാം അതൊരു ജസ്റ്റ് റെഫറൻസ് മാത്രമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യുന്ന ലിങ്കുകളിൽ അവിടെ മേളിൽ ഒരു അഫിലിയേഷൻ ലിങ്ക് കൂടി കാണാറുണ്ട്. നിങ്ങൾ നോക്കുക. ഞാൻ ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയുള്ള അഫിലിയേഷൻ ലിങ്കുകൾ ഒന്നും തന്നെ പ്രയോഗിക്കാറില്ല. കാരണം നമുക്കതിൽ നിന്ന് യാതൊരുവിധ കമ്മീഷനും കാര്യങ്ങളും ഒന്നും നേടാനില്ല. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏതാണ് ആ ബാങ്ക്, എങ്ങനെയാണ് അവർ ലോൺ കൊടുക്കുന്നത്, എന്തൊക്കെ സംവിധാനങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാം. ഇവിടെ പറയുന്നത് സിബിൽ സ്കോർ 650 ആണെങ്കിൽ പോലും നമുക്ക് 1 ലക്ഷം രൂപ വരെ 2 വർഷത്തേക്ക് പേഴ്സണൽ ലോൺ ലഭിക്കുന്ന കാര്യമാണ്. നമുക്ക് ആ സൈറ്റിലേക്ക് പോകാം. ഇതാണ് ആ സൈറ്റ്. ലോക് സുവിധ എന്നാണ് പറയുന്നത്. ഗെറ്റ് പേഴ്സണൽ ലോൺ അപ് ടു ₹1 lakh ഇൻസ്റ്റന്റ്ലി വിത്ത് നോ ഹാസിൽ എന്നാണ് പറയുന്നത്. ഒരു പ്രശ്നവുമില്ലാതെ കിട്ടും എന്നാണ് പറയുന്നത്. ഇത് RBI അപ്രൂവ്ഡ് ആപ്പാണ്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. RBIയുടെ സൈറ്റിൽ കയറി ഇവരുടെ ലോക് സുവിധ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ നമുക്ക് എന്തിനെല്ലാം കിട്ടും എന്ന് നോക്കാം. ഇവിടെ ഈസി അപ്ലൈ ആണ്, ഇൻസ്റ്റന്റ് ഡിസ്ബേഴ്സ്മെന്റ് ആണ്, മിനിമൽ ഡോക്യുമെന്റ്സ് ആണ്, ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണ്. ഓക്കെ, നമുക്കതെന്താണ് എന്ന് നോക്കാം. ആദ്യം ഇവരുടെ ഒരു മൊബൈൽ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ഗെറ്റ് 10,000 തൊട്ട് 1 ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ ലഭിക്കും. 100% ഡിജിറ്റൽ പ്രോസസ്സാണ്. പേപ്പേഴ്സ് ഒന്നും കൈമാറേണ്ടതില്ല. പെട്ടെന്ന് അപ്രൂവൽ ആകും. ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കും. നേരിട്ട് നമ്മളുടെ ബാങ്കിലേക്ക് തന്നെ വരുന്ന ഒരു സംവിധാനം. എന്തിനൊക്കെ എടുക്കാം എന്ന് കൂടെ നോക്കാം. നമുക്ക് അത്യാവശ്യം ഒരു മാരേജ് വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം തികയുന്നില്ല എങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ അത്യാവശ്യം ഒരു യാത്ര പോകാനായിട്ട് വേണ്ടി വന്നു, പക്ഷെ പൈസ ഇല്ല, അങ്ങനത്തെ കണ്ടീഷനിൽ എടുക്കാം. മെഡിക്കൽ ആയിട്ട് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ എടുക്കാം. ഹോം റിനോവേഷന് വേണ്ടി എടുക്കാം. ഇലക്ട്രോണിക് പ്രോഡക്ട്സുകൾ വാങ്ങിക്കാൻ എടുക്കാം. എഡ്യൂക്കേഷന് വേണ്ടി എടുക്കാം. എന്തിനു വേണ്ടിയും ലോൺ ഇവിടെ നിന്ന് എടുക്കാം. അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ഇവിടെ നമ്മൾ പേഴ്സണൽ ലോൺ EMI കാൽക്കുലേറ്റർ ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. എത്ര രൂപ എങ്ങനെ എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ 10,000 രൂപയാണ് ലോൺ എമൗണ്ട് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് 14% കാണിച്ചിരിക്കുന്നത്. ടെന്യൂർ വരുമ്പോഴത്തേക്കും 6 മാസത്തെ ടെന്യൂറാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് EMI എത്ര വരും എന്ന് നോക്കാം. 1,735 രൂപ EMI വരും. ഓക്കെ, ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത് 412 രൂപയാണ്. അടച്ചു തീരുമ്പോൾ നമുക്ക് 10,412 രൂപയെ ആകത്തുള്ളൂ. ഇവിടെ നമുക്ക് 1 ലക്ഷം രൂപയാണ് നോക്കേണ്ടത്. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് 24%. ടെന്യൂർ വരുമ്പോഴത്തേക്ക് 24 മാസം വരും, അതായത് 2 വർഷം വരും. എത്ര എമൗണ്ട് അടച്ചു തീർക്കണം എന്ന് നോക്കാം. 1 ലക്ഷം രൂപയാണ്. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് 24% വരുന്നുണ്ട്. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരുന്നത്. ടെന്യൂർ വരുന്നത് എത്ര മാസം? 24 മാസം വരുന്നുണ്ട്. EMI വരുമ്പോൾ 5,287 രൂപ പെർ മന്ത് വരും. 26,891 രൂപ പലിശ തന്നെ വരും. ടോട്ടൽ അടയ്ക്കേണ്ടത് 1,26,891 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻസ്. ഇനി നമുക്ക് എലിജിബിലിറ്റി എന്താണ് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. നേരെ നമ്മളെ കൊണ്ടുപോകുന്നത് ആപ്പിലേക്കാണ്. ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ആദ്യം നമ്മൾ നോക്കേണ്ടത് ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഈ ആപ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇതിൻ്റെ റേറ്റിംഗ്സ് നോക്കുക. ഇവിടെ കുറേയധികം കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരിക്കും. ആ കമൻറ്റുകൾ നോക്കുക. നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ആപ്പുകളിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ അല്ലാതെയുള്ള കാര്യങ്ങളുമുണ്ട്. 2 വീലറിന് ലോൺ കിട്ടുന്നുണ്ട്. പേഴ്സണൽ ലോൺ ഓൾറെഡി പറഞ്ഞു. ഈ റിക്ഷ ഫൈനാൻസ് കിട്ടുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ അതുകൂടെ നോക്കാം. പേഴ്സണൽ ലോൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം.
പിന്നെ എന്ത് ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്ന് നോക്കാം. KYCക്ക് വേണ്ടിയിട്ട് പാൻ കാർഡ് ഉപയോഗിക്കാൻ പറ്റും, ആധാർ കാർഡ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇൻകം പ്രൂഫിന് സാലറി സ്ലിപ്പ് കൊടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ITR ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ പറ്റും. അതുമല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് 3 മന്തിലെ കൊടുക്കാൻ പറ്റും. എന്താണ് മിനിമം ആൻഡ് മാക്സിമം ലോൺ എമൗണ്ട്? ഓൾറെഡി പറഞ്ഞതാണ്, 10,000 ആണ് മിനിമം, 1 ലക്ഷം വരെ മാക്സിമം എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളൊരു സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മുടെ മിനിമം മന്ത്ലി ഇൻകം ഷുഡ് ബി 15,000 രൂപ. 15,000 രൂപയെങ്കിലും നമുക്ക് മാസ വരുമാനം ഉണ്ടായിരിക്കണം. ഇത് നിങ്ങളുടെ ഷുഡ് ബി ക്രെഡിറ്റഡ് ടു യുവർ ബാങ്ക് അക്കൗണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കണം ആ പണം പോകുന്നത്. ക്രെഡിറ്റ് സ്കോർ 650 എങ്കിലും ഉണ്ടായിരിക്കും, അതിന് മുകളിലാണല്ലോ. ഓക്കെ, നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം. ഏജ് ലിമിറ്റ് 21 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ ആകാം. ഇത് എംപ്ലോയിഡ് ആയിട്ടുള്ള സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. വാട്ട് ഈസ് ദ മിനിമം ക്രെഡിറ്റ് സ്കോർ റിക്വയർഡ് അപ്ലൈ ഫോർ പേഴ്സണൽ ലോൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 650 ആണ്. ബാക്കി സാധാരണ ബാങ്കുകളിൽ 750 മുകളിലാണ് അവർ അപ്രൂവ് ചെയ്യാറുള്ളത്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 14% മുതൽ 24% വരെയാണ്. അത് നിങ്ങളുടെ പ്രിൻസിപ്പൽ ലോൺ എമൗണ്ടിലാണ് വരുന്നത്. നമുക്ക് സാലറി ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ലോൺ കിട്ടുമോ? അവർ പറയുന്നത് കിട്ടത്തില്ല എന്നാണ്. കസ്റ്റമർ ഹൂസ് സാലറി ഈസ് ഡയറക്ട്ലി ഡിപ്പോസിറ്റഡ് ഇൻ ദെയർ ബാങ്ക് അക്കൗണ്ട് ആർ എലിജിബിൾ. അതായത് നിങ്ങളുടെ സാലറി ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങനെ ഉള്ള ലോൺ ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. 650 സിബിൽ സ്കോർ ഉള്ളവർക്കും ഇത് ലഭിക്കും. ഓൾറെഡി പറഞ്ഞു, 1 ലക്ഷം രൂപ 2 വർഷം വരെയാണ് ലഭിക്കുന്നത്. ഇൻട്രസ്റ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എടുത്തു ചാടി ഇങ്ങനെയുള്ള ലോണുകൾ എടുക്കരുത്. പിന്നെ RBIയുടെ സൈറ്റിൽ കയറി ഇവരുടെ സൈറ്റ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയ ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ ലോൺ എടുക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഈ റഫറൻസിലൂടെ ഒരു വരുമാനവും ലഭിക്കാനും പോകുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്.